വെൽക്കം ടു a ന്യൂ ചാനൽ AG Speaks. ഞാൻ അരുൺ കുമാർ, ജാക്സൺ തോമസ്. ഓക്കെ. ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ പോകുന്ന ടോപ്പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാക്സ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണ്? ഇന്ന് നമ്മളുടെ ടോപ്പിക് എന്ന് വെച്ചാൽ, കാരണം ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് പല മാറ്റേഴ്സിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് വന്നിട്ടുണ്ട്. അപ്പം അതായത് ഒരാൾക്ക് ഒരു ഇൻഷുറൻസ് കവറേജ് ഒരാളുടെ ലൈഫിൽ എത്ര വേണം എന്നുള്ളത്, ഇൻഷുറൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു ഡിസ്ക്രിപ്ഷനാണ് ഞങ്ങൾ ഇന്ന് തരാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതായത് പണ്ട് നമ്മൾ LIC പറയുന്ന പോലെ ലൈഫ് ഇൻഷുറൻസ്, അതായത് ടേം ഇൻഷുറൻസ് എടുത്താൽ എന്തായിരിക്കും സംഭവിക്കുക. അത് ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ, ആള് മരിച്ചു പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ആ നോമിനിക്ക് ഒരു ഡെത്ത് ബെനിഫിറ്റ് കിട്ടുക എന്നുള്ളതായിരിക്കും എല്ലാവർക്കും. അത് വാസ്തവം തന്നെയാണ്. അത് കൂടാതെ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും അഡീഷണൽ ഫീച്ചേഴ്സ്? ലൈഫ് ഇൻഷുറൻസിന്റെ ഇമ്പോർട്ടൻസ് ഓൾമോസ്റ്റ് ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാം. കാരണം ഇൻഷുറൻസ് ഒഴിവാക്കിയിട്ടുള്ള ഒരു ലൈഫ് ഒരാളുടെ ഇല്ല. കാരണം വണ്ടികളുടെ ഇൻഷുറൻസ്, മൊബൈൽ ഇൻഷുറൻസ്, ഗാഡ്ജറ്റ്സിന്റെ എല്ലാം ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഏറ്റവും വലിയൊരു സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ പല കാര്യത്തിനും വേണ്ടി ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്. നമ്മുടെ വണ്ടിക്കും ബൈക്കിനും കാറിനൊക്കെ ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ഹ്യൂമൻ ലൈഫ് വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് ഒരാൾക്ക് വേണ്ട ഇൻഷുറൻസിന് വേണ്ടിയിട്ട് ഒരാൾ കൊടുക്കാറില്ല. അത് വളരെ കുറച്ച് ആൾക്കാർ മാത്രം കൊടുക്കുന്നു. ആ ടേം എന്ന് പറയുന്നത് നമ്മുടെ ഇൻഷുറൻസിലാണ് ഹ്യൂമൻ ലൈഫ് വാല്യൂ എന്ന് പറയുന്നത്. ഹ്യൂമൻ ലൈഫ് വാല്യൂ എന്ന് പറയുമ്പോൾ അത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹ്യൂമൻ ലൈഫ് വാല്യൂ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, സാധാരണ രീതിയിൽ ഒരാൾക്ക് വേണ്ട ഒരു ഇൻഷുറൻസ് കവറേജ്, അതായത് എടുക്കാന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം ഇൻഷുറൻസ് കമ്പനി LIC മാത്രം ഉണ്ടായിരുന്നുണ്ട്. ഇപ്പോൾ ഒത്തിരി ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ട്, പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ട്, പിന്നെ ബാങ്കുകളിലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരു 18 വയസ്സ് മുതൽ 65 വയസ്സിലുള്ള ആൾക്കാർക്ക് നമുക്ക് ഈ പറയുന്ന പ്ലാനിൽ എടുക്കാൻ പറ്റും. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ, നമുക്കൊരാളുടെ ഇൻകം എത്രയാണോ ആ ഇൻകത്തിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് കവറേജ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു 35 ഏജ് ഒക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 25, അതായത് ആനുവൽ ഇൻകത്തിൻ്റെ 25 മടങ്ങ് വരെ നമുക്ക് ഇൻഷുറൻസ് കവറേജ് എടുക്കാം. അപ്പോൾ ഇതിന് ഒരു സാലറിഡ് ആയ ആൾക്കാർക്ക് ഒരു ലിമിറ്റ് ഉണ്ടാവില്ല? ലിമിറ്റ് ഉറപ്പായിട്ടും. കാരണം വെച്ചാൽ മിനിമം ഒരു സാലറിഡ് ആളാണെങ്കിൽ ഒരു 2.5 ലക്ഷം രൂപ ഇൻകം ഉണ്ടെങ്കിൽ, ഇൻകം ഉള്ള ആൾക്ക് ഇതിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഈ ബിസിനസ്സുകാരനാണെന്നുണ്ടെങ്കിലും ഏകദേശം ഒരു 4 ലാക്സിന് എബോ ഉണ്ടെങ്കിൽ ITR കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ചെയ്യാം. ഓക്കെ. അപ്പോൾ നേരത്തെ ജാക്സൺ പറഞ്ഞ പോലെ ഇതിൻ്റെ 2-3 ബെനിഫിറ്റ്സ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും ഒന്ന് പറഞ്ഞു കൊടുക്കാം. ഈ ബെനിഫിറ്റ്സ് എന്ന് വെച്ചാൽ, നേരത്തെ പഴയൊരു ഇൻഷുറൻസിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഇൻഷുറൻസ് കേൾക്കുന്നത് ഇഷ്ടമല്ല. കാരണം എന്താ വെച്ചാൽ, ഇത് മരിച്ചു കഴിഞ്ഞാൽ മാത്രം അവരുടെ നോമിനിക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് എന്നുള്ള രീതിയിൽ, മരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു എമൗണ്ട് എന്നുള്ള രീതിയിലായിരുന്നു പണ്ട് ഇൻഷുറൻസിനെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊരു സെൽഫിഷായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ആളില്ലാതെ മറ്റേയാൾക്ക് കിട്ടുന്നു, അതിന്റെ സെൽഫിഷ്നെസ് ആണോ? അതെ. പക്ഷെ അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെയല്ല. മോഡേൺ രീതിയിൽ ഒത്തിരി പ്ലാൻസ് ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈവൻ നമുക്ക് മരിക്കാതെ തന്നെ കാശ് കിട്ടും. അതായത് നമുക്ക് ക്രിട്ടിക്കൽ ഇൽനെസ് വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ടെർമിനൽ ഇൽനെസ് വന്നു കഴിഞ്ഞാലോ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ പോലും നമുക്ക് ഈ എമൗണ്ട് കിട്ടുന്ന പ്ലാനുകളുണ്ട്. ഇൻഷുറൻസ് കവറേജ് അങ്ങനത്തെ ഒരു പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വണ്ടിക്ക് ഇൻഷുറൻസ് എടുക്കുക, അത് വണ്ടി എന്ന് വരെ പോകുന്നു അന്ന് വരെ നമ്മൾ അടച്ചുകൊണ്ടിരിക്കുക, ഇതും ജീവിതാവസാനം വരെ അടച്ചുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. അതങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമുക്ക് ലിമിറ്റഡ് ട്രെയിൽ നടത്താം. ഒരു മിനിമം 5 വർഷം അടച്ചിട്ട് നടത്താം. 5 വർഷം, 10 വർഷം, 15 വർഷം, അല്ലെങ്കിൽ ലൈഫ് ലോങ് അടക്കാം. അങ്ങനെ ആളുകളുടെ ഇപ്പം ഒത്തിരി നമുക്ക് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മൾ അടച്ച പൈസയും തിരിച്ചു കിട്ടും. അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം വെച്ചാൽ, പണ്ട് നമ്മൾ അടച്ച കാശ് കിട്ടില്ലായിരുന്നു. മരിച്ചാൽ മാത്രമാണ് നോമിനി കിട്ടുന്നത്. ഇന്നിപ്പോൾ വെച്ചാൽ, നമ്മൾ അടച്ചിരിക്കുന്ന ഫണ്ട് നമുക്ക് റിട്ടേൺ ഓഫ് പ്രീമിയം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ വേറൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ, നമ്മളൊരു ഇപ്പോൾ ഒരു 30 വയസ്സുള്ള ആൾ പ്രീമിയം അടയ്ക്കാൻ തുടങ്ങി, കവറേജ് സ്റ്റാർട്ട് ചെയ്തു. പുള്ളിക്കൊരു 60-65 വയസ്സാകുമ്പോൾ, 60 വയസ്സ് കഴിയുമ്പോൾ വിചാരിക്കുകയാണ് അദ്ദേഹമൊന്നും സംഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ 60-65 വയസ്സിൽ പുള്ളിയുടെ ലൈഫ് ഗോൾസൊക്കെ സെറ്റിലായി. അപ്പോൾ അദ്ദേഹം വിചാരിക്കുകയാണ്, ഇനി എനിക്ക് കവറേജ് വേണ്ടാന്ന് വിചാരിക്കുകയാണെങ്കിൽ, അതിൽ നിന്ന് കിറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള കിറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ അടച്ചിരിക്കുന്ന കാശിനകത്ത് ഒരു 60-65 വയസ്സിൻ്റെ ഇടയിൽ നമ്മൾ അടച്ചിരിക്കുന്ന ഫുൾ എമൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള. അപ്പം ഒരു ഫ്രീ ലൈഫ്, ഒരു ഫ്രീ ഇൻഷുറൻസ് ഫ്രീയിൽ നമുക്ക്, അതായത് ഫ്രീ ഓഫ് ലൈഫ് കോസ്റ്റിൽ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിലാണ് നമുക്ക് കവറേജ് കിട്ടുന്നത്. ഓക്കെ. ഈ 2-3 പോയിന്റ്സ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സാധാരണ ഒരു വ്യക്തികൾക്ക് ഇത് അറിയണമെന്നില്ല. ഒരുപക്ഷെ അറിയുന്നവരും ഉണ്ടാവും, ഒത്തിരി ആൾക്കാരുണ്ടാവും. പക്ഷെ അത് ആരും അറിയണ്ടാവില്ല അല്ലെ. എല്ലാവരും അപ്പോൾ ചിന്തിക്കുന്ന, മരിച്ചു കഴിഞ്ഞിട്ട് എന്റെ ഫാമിലിക്ക് കിട്ടിയോണ്ട് എന്താ കാര്യം എന്ന്. അല്ല, അവിടെ എനിക്കൊരു എക്സാമ്പിൾ ചോദിക്കാം. ഇപ്പൊ ഓരോ ആൾക്കാർക്കും ഒരു മന്ത്ലി എക്സ്പെൻസ് ഉണ്ടാവുമല്ലോ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്കൊരു 50,000 രൂപയുടെ എക്സ്പെൻസ് മാത്രം, അതായത് എന്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും, കുട്ടികളുടെ എഡ്യൂക്കേഷൻ,
പത്രം, പാല്, ഇതെല്ലാം അതിൽ പെടുന്നത്, എന്റർടൈൻമെന്റ് ഇതൊക്കെ അതിൽ പെടുന്നതായിരിക്കും. അപ്പൊ ഇത് ഒരു പക്ഷേ ആ ഒരു ആബ്സെൻസിൽ ഇതെങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? ഇതെന്തായാലും തുടർന്നല്ലേ പറ്റുള്ളൂ. നമ്മുടെ 50,000 എന്നുള്ള എക്സ്പെൻസ് എന്തായാലും അത് ഇതുകൊണ്ട് എങ്ങനെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും? അതായത് അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് 35 വയസ്സുള്ള ആൾ, 35 വയസ്സെന്ന് പറഞ്ഞു വന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ അത് മാരീഡായ ഒരു 2 കുട്ടികളൊക്കെ ഉള്ള ഒരു ടൈമാണ്. അതായത് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം. സോ ആ ടൈമിൽ ഇദ്ദേഹം ചിലപ്പോൾ റിട്ടയർമെന്റ്, സാധാരണ നമ്മളൊരു റിട്ടയർമെന്റ് ഉദ്ദേശിക്കുന്നത് 58 വയസ്സ് അല്ലെങ്കിൽ 60 വയസ്സാണ് റിട്ടയർമെന്റ് ടൈം. അപ്പോൾ ഒരു 35 വയസ്സുള്ള ആളെന്ന് സംബന്ധിച്ച് അഗെയിൻ ഒരു അടുത്തൊരു 30 വർഷം അല്ലെങ്കിൽ 25 വർഷം വരെ നമുക്കൊരു ടൈമുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇദ്ദേഹത്തിൻ്റെ കുട്ടികൾ ഇപ്പോൾ മാരീഡാണ്, കുട്ടികളുണ്ട്, ചിലപ്പോൾ ആ സമയത്ത് വീട് വെച്ചിട്ടുണ്ടാവാം, കാറ് മേടിച്ചിട്ടുണ്ടാവും. ഇതെല്ലാം ലോൺസിൻ്റെ ഇതിലേക്ക് വരാം. അപ്പോൾ ഈ ലോൺ എക്സ്പെൻസ് ഉണ്ട്, കാറിൻ്റെ ലോൺ ഉണ്ടാവാം, EMI ഹൗസിംഗ് ലോൺ ഉണ്ടാവാം, കുട്ടികളുടെ എഡ്യൂക്കേഷൻ വരുന്നുണ്ട്. പിന്നെ ഈ ഇദ്ദേഹത്തിൻ്റെ എമൗണ്ട് വെച്ചിട്ടായിരിക്കും കുട്ടികളുടെ ഹയർ എഡ്യൂക്കേഷൻ പ്ലസ് മാരേജ് എക്സ്പെൻസ് എല്ലാം വരുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ ആരോടും പറഞ്ഞ പോലെ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു എമൗണ്ട് അല്ലെങ്കിൽ മന്ത്ലി എക്സ്പെൻസ് വരുന്നത് 50,000 60,000 ആണെന്ന് കരുതുക എക്സാമ്പിൾ. ഇത് ഇദ്ദേഹം എന്തെങ്കിലും ഇല്ലെങ്കിൽ ഈ എക്സ്പെൻസ് അവിടെ ഉണ്ട്, എന്തെങ്കിലും ഇല്ലെങ്കിൽ എക്സ്പെൻസ് ഉണ്ട്. പക്ഷേ ഇത് നമുക്ക് നാളെ ഇദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഇതാണ് ഏണിംഗ് മെമ്പർ, ഇദ്ദേഹത്തിൻ്റെ എമൗണ്ടിലാണ് ഈ എക്സ്പെൻസ് കംപ്ലീറ്റ് മീറ്റ് ചെയ്യുന്നത്. നാളെ ഇദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ എമൗണ്ട് അവിടെ മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതിനോട് ഒരു കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കവറേജ് ഉണ്ടാവും, ലൈഫ് ഇൻഷുറൻസ് കവറേജ് ഉണ്ടാവും. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ആനുവൽ ഇൻകത്തിൻ്റെ ഒരു സബ്സ്റ്റാൻഷ്യൽ ഇതിലാണ് നമുക്കൊരു കവറേജ് വരുന്നത്. അപ്പോൾ ആ കവറേജ് ഉണ്ടെങ്കിൽ നാളെ അദ്ദേഹം ഇല്ലെങ്കിൽ പോലും ആ കുട്ടികളുടെ ലൈഫ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അപ്പോൾ വൈഫിൻ്റെയും കുട്ടികളുടെയും സ്റ്റാൻഡേർഡ് ഓഫ് ചേഞ്ച് ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ അതിനാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറയുന്നത്. അതെ, അതാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുടെ അടുത്ത് പറയാൻ പോകുന്ന ഈ 2-3 പോയിന്റ്സിൽ ഇതൊക്കെയാണുള്ളത്. അതായത് ഒരാൾ മരിച്ചാൽ കിട്ടുന്ന എമൗണ്ട് അത് ഒരു വശത്തുണ്ടെങ്കിലും ഇതിന്റെ കുറെ ഫീച്ചേഴ്സ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതൊന്നും ആർക്കും ചിലപ്പോൾ അറിയണമെന്നില്ല, അറിയുന്നവരുണ്ടാകും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പറയുന്നത്. ഇത് കൂടാതെ കുറെ ഫീച്ചേഴ്സ് ഉണ്ട്, ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ എന്താ പറയുക, പലപ്പോഴും ഇപ്പോൾ നമുക്ക് ഓട്ടോ കവറേജ് എന്ന ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഈ പറയുന്ന എമൗണ്ട് നമുക്ക് ലൈഫ് ലോങ് അടയ്ക്കണമെന്നില്ല. ഈ പറയുന്ന ഒരു 5 വർഷമോ 10 വർഷം കൊണ്ട് നമുക്ക് കവറേജിനുള്ള എമൗണ്ട് അടയ്ക്കാം. ഇനി ഇൻ ബിറ്റ്വീൻ നമുക്ക് ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ എല്ലാ വർഷവും അടയ്ക്കേണ്ട കേസിൽ ഇൻഷുറൻസ് അടച്ചില്ലെങ്കിൽ ചിലപ്പോൾ ലാപ്സിലേക്ക് പോകാം. പക്ഷേ പുതിയ ചില പ്ലാനുകളിൽ നമ്മൾ ആ വർഷം അടച്ചില്ലെങ്കിലും നമുക്ക് ഓട്ടോ കവറേജ് വരുന്ന പ്ലാനുണ്ട്. സോ അതിനുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. അങ്ങനെ ഒത്തിരി ബെനിഫിറ്റ്സ് നമുക്ക് ഇപ്പോൾ ഈ പറയുന്ന സാധാരണ ലാപ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഷുറൻസ് കിട്ടില്ല എന്ന് പറയും. പക്ഷേ ഈ ഒരു ഇവിടെ ലാപ്സ് ആണെങ്കിലും കിട്ടും. ഒരു അഡ്വാൻറ്റേജ് ആണ്. അത് നേരത്തെ ചോദിച്ചില്ല, എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് അഡ്വാൻറ്റേജ് ചോദിച്ചില്ല. അപ്പോൾ അതിന്റെ രീതിയിൽ ഒത്തിരി അഡ്വാൻറ്റേജ്. അപ്പോൾ അതായത് ഒരു ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ട് കിട്ടുന്നതിന് ഉപരി കൂടുതൽ അഡ്വാൻറ്റേജസ് ഇപ്പോൾ നിലവിലുള്ള പല കമ്പനികളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പണ്ട് നമ്മൾ ആകെ LIC പറ്റി കേട്ടിരുന്നു. LIC ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഫസ്റ്റ് ചെയ്തത്. അപ്പൊ ഈ സാധാരണ എല്ലാവർക്കും ആ ഒരു ചിന്തയിലാണ് പോകുന്നത്, ആ ഒരു കോൺസെപ്റ്റ്. ഗ്ലോബലൈസേഷൻ വന്ന ശേഷം ഒത്തിരി കമ്പനീസ് ഇൻഷുറൻസ് ഇപ്പൊ തന്നെ ഒരു 10-26 ഇൻഷുറൻസ് കമ്പനീസ് ഇന്ത്യയിലുണ്ട്. LIC അല്ലാതെ ഇൻഷുറൻസ് കമ്പനീസ് ഇത്രയുണ്ട്. സോ എല്ലാവർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോഡക്ട്സും ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്കിതൊന്ന് ആൾക്കാരെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യൂവേഴ്സിനോട് പറയാനുള്ള കാര്യമാണ്, നമുക്കെപ്പോഴും അറിയാവുന്ന കാര്യമാണ്, പക്ഷേ നമുക്കത് നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ആളുകളെ ഇത് പറഞ്ഞ് മനസ്സിലാക്കുക, അതിനെ എഡ്യൂക്കേറ്റ് ചെയ്യിക്കുക, അതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞ് മനസ്സിലാക്കി എന്നിട്ട് ചെയ്യിക്കുക. അല്ലാതെ നമ്മളില്ലെങ്കിലും നമ്മുടെ ഫാമിലി മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ ഇങ്ങനത്തെ ഒരു കവറേജ് നമുക്ക് മസ്റ്റായിട്ട് വേണ്ടതാണ്. അതായത് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരിക്കലും നാളത്തേക്ക് വേണ്ടി മാറ്റി വെക്കേണ്ടതല്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് ഇന്ന് തന്നെ എടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കേണ്ട ഒരു മാറ്ററാണ് ലൈഫ് ഇൻഷുറൻസ്. കാരണം ഈ ലൈഫ് ഇൻഷുറൻസിന് അടയ്ക്കേണ്ട എമൗണ്ട് ഉണ്ടല്ലോ, ഈ എമൗണ്ട് ചിലപ്പോൾ നമുക്ക് ഒരു 25,000 50,000 നമുക്ക് ഇതിന്റെ പ്രീമിയം അടയ്ക്കാൻ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾ നല്ല കാര്യങ്ങൾ എടുത്ത് വേണ്ട പോലെ ഞങ്ങളെ വിളിക്കാനായിട്ട് ഞങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിച്ചാൽ മതി, ഞങ്ങൾ അതിന് ഗൈഡ് ചെയ്ത് തരാം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.